Hello friends, welcome to the 𝙑𝙗𝙀𝙗𝙀 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബജാജ് ഫിൻസർവിൻ്റെ EMI ഹെൽത്ത് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളോട് കുറച്ച് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബജാജിൻ്റെ ഹെൽത്ത് കാർഡിനെ കുറിച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബജാജിൻ്റെ EMI കാർഡ് നിങ്ങൾക്ക് എന്തായാലും EMI നെറ്റ്വർക്ക് കാർഡ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ മോസ്റ്റ്ലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാർഡായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഈസിലി നമുക്ക് നമ്മുടെ എന്താ പറയുക പ്രൊഡക്ട്സുകൾ ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകളും അതുപോലെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് EMI ആയിട്ട് നോ കോസ്റ്റ് EMI നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് നമ്മുടെ ബജാജിൻ്റെ EMI നെറ്റ്വർക്ക് കാർഡ്. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പണ്ടോട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ പക്ഷേ അത് ഡിജിറ്റലായിട്ടാണ്. നമുക്ക് പണ്ടൊരു ഫിസിക്കൽ കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ കാർഡാണ്. നമുക്ക് ആപ്പിൽ നോക്കിയിട്ടാണ് നമുക്ക് ഡിജിറ്റൽ കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുക. നമുക്ക് കടയിൽ പോയി ട്രാൻസാക്ഷൻ ചെയ്യുന്ന നമ്മുടെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി, നമ്മുടെ കാർഡ് നമ്പറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ കാർഡാണ് ഇപ്പോൾ നമുക്ക് എല്ലാതും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് അവർ ഹെൽത്ത് കാർഡ് എന്നൊരു സംഭവം ഇറക്കുന്നുണ്ട്, ഹെൽത്ത് EMI കാർഡ് എന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ബജാജിൻ്റെ EMI കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് എലിജിബിൾ ആണ് എടുക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾക്കിപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ വന്നാൽ അത്യാവശ്യം നല്ല കാശ് പോകുന്ന പരിപാടിയാണ്. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് അസുഖം വന്നാലും ശരി മിനിമം നല്ല കാശ് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. അപ്പോൾ ഈ ഹെൽത്ത് കാർഡ് നമുക്ക് എന്ത് ഗുണമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഇത് ക്രെഡിറ്റ് കാർഡാണോ അതേപോലെ അങ്ങനത്തെ വല്ല സംഭവമാണോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ ഇത് കിട്ടുന്നതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അത് മുമ്പ് ചാനൽ പുതിയ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത്, അതുപോലെ നമ്മുടെ ചാനലിൽ പോയി നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നുണ്ടായിരിക്കും. ഒരു ഹോം പേജ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് 5 കാറ്റഗറി എല്ലാത്തിനും ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ URL നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടെ എന്തായാലും എളുപ്പമാകൂട്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമ്മുടെ ചാനലിനോട് സപ്പോർട്ടാണ്, അപ്പോൾ മറക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിൻ്റെയും സംഭവം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇതിലേക്ക് പോവാം. നമ്മുടെ ഇപ്പോൾ ഇത് ആക്ച്വലി സ്പെഷ്യലായിട്ട് കിട്ടുന്നത് നമുക്ക് ഇത് ബജാജ് EMI കാർഡ് ഉപയോഗിക്കുന്നവർക്കും പറ്റും, ബജാജ് EMI കാർഡ് ഉപയോഗിക്കാത്തവർക്കും ആക്ച്വലി ഇത് പറ്റൂല. പക്ഷേ ബജാജ് EMI കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ട് നോ ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഈസിലി നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ്. നമുക്കിത് പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ് നമുക്ക് 4 ലക്ഷം വരെ നമുക്ക് ഇതിൽ ലിമിറ്റ് കിട്ടാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ കാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ബജാജ് ഹെൽത്ത് EMI കാർഡ് നമുക്ക് നമ്മുടെ ക്ലിനിക്കിലോ അതുപോലെ ഹോസ്പിറ്റലിലോ അതുപോലെ തന്നെ ലാബറട്ടറിയിലൊക്കെ നമുക്ക് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചിലവുണ്ടല്ലോ. അതായത് നമ്മുടെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സർജറി ചെയ്തു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഡ്മിറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു, അതിനൊക്കെ നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 24 മാസം വരെ നമുക്കിത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഉപയോഗിക്കുന്ന പോലെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്കിത് നമ്മുടെ EMIയിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ കാർഡ് ഉപയോഗിച്ചിട്ട്. അതും ഈ കാർഡിന് ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചസിലും ഓൾമോസ്റ്റ് ഒരു 90% ഹോസ്പിറ്റലിൽ നമുക്കതിൽ ലിങ്ക്ഡ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് കിട്ടാനായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഹോസ്പിറ്റൽ നിങ്ങൾ ഏതൊക്കെ സിറ്റിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ ലിങ്ക്ഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി, നമുക്ക് കിട്ടും കേട്ടോ. മോസ്റ്റ്ലി എല്ലാത്തിലും അക്സെപ്റ്ററാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 4 ലക്ഷം വരെ ലിമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. 4 ലക്ഷത്തിന് മുകളിലും കിട്ടുന്നവർക്കുണ്ട്. എനിക്ക് ആദ്യം വന്നിരുന്നത് 5 ലക്ഷത്തിൻ്റെ ലിമിറ്റ് വന്നിട്ടുണ്ടോ. ഞാൻ ആക്ച്വലി എടുത്തിട്ടില്ല. എടുക്കണോ ഞാൻ ആക്ച്വലി വേറെ ഹെൽത്ത് കാർഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എടുക്കാത്തതാണ്. ഹെൽത്ത് കാർഡിൻ്റെ ഇല്ലാത്തവർക്ക് എന്തായാലും പ്രത്യേകിച്ച് എടുക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നോ കോസ്റ്റ് EMI നമുക്ക് ബില്ല് അടച്ചിട്ട് പോകാമല്ലോ. അതും 24 മാസമൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. 2 കൊല്ലത്തേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ല് എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് EMI നെറ്റ്വർക്ക് കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാർഡാണെന്ന് എനിക്ക് തോന്നുന്നത് ഹെൽത്ത് EMI കാർഡ് ഇട്ടാൽ. നമുക്കിതിൽ പക്ഷേ ഒരു ജോയിനിങ് ഫീസ് വരുന്നുണ്ട്. നമുക്ക് 707 രൂപ ഒരു ജോയിനിങ് ഫീസ് വരുന്നുണ്ട്. ഇത് 2 ടൈപ്പ് കാർഡുണ്ട്, ഗോൾഡ് കാർഡും ഉണ്ട്, പ്ലാറ്റിനം കാർഡും ഉണ്ട്. ഗോൾഡ് കാർഡിൻ്റെ റേറ്റാണ് നമ്മൾ 707 പറയുന്നത്. അതുപോലെ പ്ലാറ്റിനം കാർഡിന് വരുമ്പോൾ ജോയിനിങ് ഫീസ് വരുമ്പോൾ നമുക്ക് 999 വരുന്നിട്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോസസ്സിംഗ് ഫീ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞാൽ 117 രൂപ വരുന്നുണ്ട്. പിന്നെ ഒരു ആനുവൽ ഫീസ് ഒരു 115 രൂപ വരുന്നുണ്ട്. അത് ആനുവൽ ഫീസാണ് നമുക്ക് ആനുവലിയും എല്ലാ കൊല്ലവും നമുക്ക് പിടിക്കുക. ബാക്കിയൊക്കെ ജസ്റ്റ് ജോയിൻറ്റ് ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് നമ്മുടെ ഫാമിലിയിൽ ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സിംഗിൾ കാർഡാണ്, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എൻ്റെ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാം. EMI ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇൻസ്റ്റൻറ്റ് അപ്രൂവലാണ്, നമുക്ക് ഓൺലൈൻ അപ്രൂവലാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ഒരു സൈറ്റിൽ കൊടുക്കാം. നമ്മുടെ നോർമൽ EMI നെറ്റ്വർക്ക് കാർഡ് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ എടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഹെൽത്ത് കെയർ ബെനിഫിറ്റ് നമുക്ക് ഇപ്പോൾ എടുക്കുമ്പോൾ ഒരു 10,000 രൂപയുടെ ഹെൽത്ത് കെയർ ബെനിഫിറ്റ് നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പ് കാർഡ് അതുപോലെ പറഞ്ഞാണ്.
രജിസ്ട്രേഷൻ കാർഡിന് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് ഏത് ടൈപ്പ് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്ലിനിക്കലായാലും, അപ്പോൾ നമുക്കൊരു ലാബറട്ടറിയിലായാലും, അതുപോലെ തന്നെ ഇപ്പോൾ മെഡിസിൻസ് ആയാലും ഹോസ്പിറ്റലായാലും നമുക്ക് എല്ലായിടത്തും ഇത് ഉപയോഗിക്കാം. അത് എല്ലാ ഡിവിഷനിൽ നമുക്ക് ഡെൻറ്റിസ്റ്റർ ആയാലും അതുപോലെ തന്നെ പൾമോളജിസ്റ്റ്, നമുക്ക് ഏത് നമ്മുടെ മെഡിസിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റൽ സംഭവത്തിനും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നോർമൽ ജനറൽ മെഡിസിൻ ആയാലും നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഏതിനാണോ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല, നമുക്കത് എല്ലായിടത്തും അവൈലബിൾ ആണ്. മെഡിസിൻ പരമായുള്ള ഹെൽത്ത് കെയർ പരമായ എല്ലാ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലാബറട്ടറിയിലോ ഹോസ്പിറ്റലോ എല്ലാത്തിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇവർക്ക് കുറേ ലിസ്റ്റ് ഇവർ ഓൾറെഡി ടൈ അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ബജാജ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ EMI കാർഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി എല്ലാ കടകളിലും ഓഫ്ലൈൻ കടകളിലും ഓൺലൈൻ കടകളിലും കിട്ടും. അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് ഓഫ്ലൈനിലോ ഓൺലൈനിലോ ഉപയോഗിക്കാൻ പറ്റും. മോസ്റ്റ്ലി എല്ലാവർക്കും സപ്പോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വരെ സൈറ്റിൽ നോക്കിയാൽ മതിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു കാർഡായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഹെൽത്ത് ബെനിഫിറ്റില്ല ഹെൽത്ത് കെയറിൻ്റെ ഡിവിഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ ചോയ്സും കാണും. പിന്നെ നമുക്ക് അപ്പോളോൻ്റെ കുറച്ച് കാർഡുകളൊക്കെ ഉണ്ട്, പക്ഷേ അതും അത്യാവശ്യം നമുക്ക് ജോയിൻ ഫീസും അതുപോലെ തന്നെ അതിന് ഫീസും കാര്യമൊക്കെ ഇതിനായിട്ട് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് ബജാജിൻ്റെ കാർഡാകുമ്പോൾ നമുക്ക് മോസ്റ്റ് എല്ലായിടത്തും അക്സെപ്റ്റഡ് ആണ്. എന്താ വെച്ചാൽ ബജാജ് EMI കാർഡിന് നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ 95% എല്ലായിടത്തും അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് അക്സെപ്റ്റൻസ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം തൊട്ട് ഇറക്കിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇവർ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. EMI കാർഡ് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പറയില്ല EMI കാർഡ്. പക്ഷേ നമുക്ക് ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും ഹെൽത്ത് പരമായുള്ള സംഭവത്തിൽ നമുക്കൊരു EMI കാർഡ് ഉണ്ടായിരിക്കും. ഹെൽത്ത് EMI കാർഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത് എനിക്കൊരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറെ ഹെൽത്ത് കാർഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും റെക്കമെൻഡേഷൻ കാരണം ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഞാൻ നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ഒരു ജോയിൻ ഫീസ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ആനുവൽ ഫീസ് വരുന്നുണ്ട് ഒരു 115 രൂപ. ബാക്കിയെല്ലാം വലിയ നമുക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ വേറെ ഇത് സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ നോർമൽ നമ്മുടെ EMI നെറ്റ്വർക്ക് കാർഡ് പോലെ തന്നെ വേറെ ഡിഫറൻസ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ആകുമ്പോൾ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് കിട്ടും. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബൈ.